Michael, one of the greatest performers of all time, a true artist, a true performer, a true entertainer, the king of pop music man, ബ്രേക്ക് ഡാൻസിന്റെ രാജാവ്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഫേവറേറ്റ് ഡാൻസേഴ്സും ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് MJ. ലോകം കണ്ട ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്, ഇത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ ഇനി ആരും കാണൂല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കൂടെ വായിച്ചതേ ഉള്ളൂ. മൈക്കിൾ ജാക്സൺ ഫാൻസ് ആർ നോട്ട് ഈവൻ ബോൺ യെറ്റ്. ഇനിയും ജനിക്കാൻ പോകുന്ന പിള്ളേർ, വരാൻ പോകുന്ന ജനറേഷൻസ് വരെ പുള്ളിയുടെ ഫാൻ ആയിരിക്കും. അവർക്കൊരു 10-15 ഒരു വയസ്സാകുമ്പോൾ അവര് മ്യൂസിക്കിലേക്ക് കയറുമ്പം ഇൻട്രസ്റ്റ് തോന്നുമ്പം അവരും MJയുടെ ഫാൻ ആയി പോകും. കാരണം ആ ലെവലിലുള്ള ഒരു ഓറയായിരുന്നു പുള്ളി. ഈസ് ദ റിയൽ ഗോട്ട്. അന്ന് ഗോട്ടിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആടാണ്. ഇന്ന് ഗോട്ടിന്റെ അർത്ഥം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ്. എന്നാൽ പുള്ളി ഈസ് ദ പെർഫെക്റ്റ് ഫോർ ദിസ് ടെർമിനോളജി. പുള്ളിയുടെ ബയോപിക് ഇറങ്ങി. മൈക്കിൾ ജോസഫ് മൈക്കിൾ ജാക്സൺ ആയി. എങ്ങനെ ജാക്സൺ 5 എന്ന ബാൻഡിൽ നിന്ന് പുള്ളി ഒരു സോളോ ഒരു സംഭവം ഇറക്കി എങ്ങനെ MJ ആയി മാറി. ഇതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കാൻ പോകുന്നത്. സോ നമസ്കാരം എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ആദ്യമായി ഞാനൊരു ഡിസ്ക്ലൈമർ തന്നേക്കാം. ദിസ് മൂവി ഇസ് ഓൺലി ഫോർ MJ ഫാൻസ്. MJയുടെ ഒരു ഹാർഡ് കോർ ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാലും യു ആർ ഇൻസ്പയർഡ് ബൈ ഹിസ് വർക്ക്, ദെൻ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ പറയൂ. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കാറുണ്ട്, പൈസ ഉണ്ടാക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ MJയുടെ കോൺസേർട്ട് പോയി കാണുമെന്ന് ഞാൻ ഓർത്ത ഒരു സമയമുണ്ട്. പക്ഷെ അതിനൊക്കെ മുന്നേ പുള്ളി നമ്മളെ എല്ലാവരും വിട്ടുപോയി. എനിക്ക് ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പുള്ളി മരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു വേൾഡ് വൈഡ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇന്ന് പുള്ളിയുടെ മൂവി കണ്ടിട്ട് ഇറ്റ് വാസ് ലൈക്ക് ആ വിഷ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ദ മൂവി വാസ് അറൌണ്ട് 2 hours 15 minutes മൂവിയാണ്. അതൊരു 2 hours 15 minutes കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് എ കോൺസെർട്ട്. ബയോപിക് എന്ന് പറയാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ ലൈഫുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. അത് പല റീസൺസ് ഉണ്ട്. കാരണം കുറെ ലേറ്റ് ആയിട്ടാണ് ഈ പടം ഇറങ്ങിയത്. കഴിഞ്ഞ വർഷമായിരുന്നു ഈ പടം ഇറങ്ങേണ്ടത്. ഏപ്രിലായിരുന്നു ആദ്യ റിലീസ്. അത് കഴിഞ്ഞ് അത് ഒക്ടോബറിലേക്കായി. അത് കഴിഞ്ഞ് അത് 2026 ഏപ്രിലേക്ക് റിലീസായി. കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അറിയാലോ, പുള്ളി ഇത്രയും ഫെയിം ഉള്ള ഒരു മനുഷ്യനാകുമ്പം കുറെ അധികം കോൺട്രവേഴ്സീസും കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊന്നും പുള്ളിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും കാണിച്ചിട്ടില്ല. പുള്ളിക്ക് 2-3 മക്കളുണ്ട്, 2 വൈഫ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കുറെ നിങ്ങൾക്ക് അറിയാം, അതിനെ കുറിച്ച് ഞാൻ അത്രയും ഡീറ്റെയിൽ പോകുന്നില്ല. ആ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ബയോപിക്. മൈക്കിൾ ജാക്സൺ എങ്ങനെ MJ ആവുന്നു, എങ്ങനെ ജാക്സൺ 5 എന്ന ഒരു ബാൻഡ് വിട്ട് പുള്ളി സോളോ പിടിക്കുന്നു, പുള്ളി MJ ആയി മാറുന്നു, അതിനെക്കുറിച്ചുള്ള കഥകളാണ്. കുഞ്ഞു കാലത്ത് മൈക്കിൾ ജാക്സന്റെ ചെറുപ്പകാലം മുതൽ എങ്ങനെ പുള്ളി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പെർഫോമൻസ് എങ്ങനെ ആ ലെവല് വരെ എത്തി എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മൈക്കിൾ ജാക്സൺ എന്ന റോള് പ്ലേ ചെയ്ത ആക്ടർ ജാഫർ ജാക്സൺ കിഡു പെർഫോമൻസ്. കിഡു എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ എങ്ങനെ വെക്കുന്നു അതേപോലെ തന്നെ ആ സെയിം രീതിയിൽ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തു. പുള്ളിയുടെ സ്റ്റൈൽ ആയിക്കോട്ടെ, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, പുള്ളിയുടെ വോയിസ്, ഇത് എല്ലാ കാര്യം ഈസ് ലൈക്ക് പെർഫെക്റ്റ് ഇൻ ദിസ് ഫിലിം. ആൻഡ് പുള്ളി അല്ലാതെ ഇത്ര വൃത്തിയായിട്ട് ഈ റോള് ചെയ്യാൻ വേറെ ആരുമില്ല. ആൻഡ് ജാഫർ ഈസ് മൈക്കിൾ ജാക്സന്റെ കസിനാണ്. വൺ ഓഫ് ഹിസ് MJയുടെ ബ്രദറിന്റെ മോനാണ് ജാഫർ ജാക്സൺ. അപ്പം MJ ഈസ് ഹിസ് അങ്കിൾ. അപ്പം ആ ഒരു പെർഫെക്റ്റ്, ഇതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വേറെ ആരും പ്ലേ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഫിലിമിൽ എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. MJ ഹാഡ് എ വെരി റഫ് ചൈൽഡ്ഹുഡ്. ഒരു റഫായിട്ടുള്ള ഒരു കുഞ്ഞുനാളായിരുന്നു പുള്ളിക്ക്.
കാരണം ഹിസ് ഫാദർ വാസ് വെരി റൂഡ് ടുവേർഡ്സ് ഹിം. ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ, കാരണം സ്കൂള് കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രി മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം സ്കൂളിൽ പോയി പിന്നെ കോൺസേർട്ടുകൾ ചെയ്ത് പിന്നെ വന്ന് കോൺസേർട്ടുകൾ ചെയ്യും. അങ്ങനെ റിഗറസ് ആയിട്ടുള്ള പുള്ളി പുള്ളിയുടെ ഫാദർ ഇതെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വേണ്ട, ടയർഡായി, ഇന്ന് ഞങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഉടനെ പുള്ളി പിടിച്ച് ബെൽറ്റ് കൊണ്ട് അടിക്കും. അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. ആ ട്രോമ, ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ജാക്സൺ 5 എന്ന ബാൻഡിൽ നിന്ന് പുള്ളി മാറി, ഒരു പ്രായമായി കഴിയുമ്പോൾ മാറി സോളോ ആയിട്ട് പുള്ളി ആസ് എ സോളോ ആർട്ടിസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് സിനിമയ്ക്കകത്ത് പിന്നെ കാണാൻ പറ്റും. പിന്നീട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഹി വാസ് എ ഹ്യൂജ് ആനിമൽ ലവർ. പുള്ളിയുടെ പെറ്റ് കളക്ഷൻ വാസ് വെരി ക്രേസി. പുള്ളിക്ക് ഒരു സ്നേക്ക്, പുള്ളിക്ക് ഒരു ചിമ്പാൻസി, പിന്നെ ജിറാഫ്, പീകോക്സ്, ഡോഗ്സ്, ഇതൊക്കെയാണ് പുള്ളിയുടെ ആനിമൽ അല്ല പെറ്റ്സ് കളക്ഷൻ. അതിൻ്റെ അത് എടുത്തു പറയുന്നുണ്ട്, ദീസ് ആർ നോട്ട് മൈ പെറ്റ്, ദീസ് ആർ മൈ ഫാമിലി എന്ന് എടുത്തു പറയുന്നുണ്ട് ഫിലിമിനകത്ത്. സോ ആ കുഞ്ഞ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത ആ പയ്യൻ, ഹി ഈസ് സോ അൺബിലീവബിൾ. കാരണം എം ജെയുടെ ചൈൽഡ്ഹുഡ് എങ്ങനായിരുന്നു അതേപോലെ തന്നെ ആ കൊച്ചു പയ്യൻ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹി സോ ക്യൂട്ട്. നമുക്കൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു ആ പയ്യന്റെ. പിന്നെ ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ ജാഫർ ജാക്സൺ 2 കൊല്ലത്തോളം പുള്ളി ഈ റോളിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലത്തോളം ഓഡിഷൻസും പുള്ളി വാസ് മാസ്റ്ററിങ് ദ എം ജെ. അത് എം ജെ എന്നൊരു വ്യക്തി ഇപ്പം പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ തുണികളുടെ കളക്ഷൻസ് ഉള്ളത് ലേഡി ഗാഗയുടെ കയ്യിൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ട്രൂ എം ജെ ഫാൻ ബേസ് മൂവി. ഒരു 2-2.25 മണിക്കൂറിന്റെ ഒരു കോൺസേർട്ട്, എം ജെന്റെ ഒരു കോൺസേർട്ട് എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു ഫീല് കിട്ടും നിങ്ങൾക്ക്. കാരണം പുള്ളിയുടെ കുറെ ഹിറ്റുകളായ ത്രില്ലർ, ബീറ്റ് ഇറ്റ്, പിന്നെ അവസാനം, പിന്നെ അവസാനത്തെ ഒരു എന്റെ മോനെ ഒരു പെർഫോമൻസ് ഉണ്ട്, ദാറ്റ് വാസ് അൺബിലീവബിൾ. എക്സാക്ട് എങ്ങനെ എം ജെ അത് ചെയ്തു അതേപോലെ തന്നെ വാസ് ദാറ്റ് പെർഫോമൻസ്. അത് ജാഫർ ജാക്സൺ അടിച്ചു പൊളിച്ചു. പുള്ളി വേറൊരു ലോകത്തിലായിരിക്കും ആ സമയത്ത്. പുള്ളി ചുറ്റുമുള്ളതൊന്നും നോക്കാതെ പുള്ളിയുടെ പെർഫോമൻസ് പുള്ളി 101% അതിൻ്റെ അത് തന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മനോഹരമായ ഒരു പരിപാടി. വാസ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ആ ലാസ്റ്റ് സീൻ വാസ് അടിപൊളി. ഐ എൻജോയ്ഡ് ഇറ്റ്, ഐ ലവ്ഡ് ഇറ്റ്. ദിസ് മൂവി ഇസ് എ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. എന്നെ പോലെ ഒരു ക്രേസി ഹാർഡ് കോർ എം ജെ ഫാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് എം ജെയുടെ കോൺസേർട്ടുകൾ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, യു വോണ്ട് ടു റിലീവ് ദാറ്റ് മൂമെന്റ്, പിന്നെയും ആ മൂമെന്റിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് മൂവി ഈസ് ദ പെർഫെക്റ്റ് റൂട്ട്. ഒരു ബയോപിക് ആയിട്ടല്ല നിങ്ങൾ ഇത് കാണാൻ പോകേണ്ടത്, ജസ്റ്റ് ഫോർ എം ജെ എന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഗോണ ലവ് ദിസ് ഫിലിം. അപ്പം അടുത്ത ഒരു കിട്ടുക്കാച്ചി വീഡിയോയിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ.